ഒരു ജനവിഭാഗത്തിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകൾക്ക് തങ്ങളുടെ പ്രത്യേക ഉദ്ദേശ്യം നടപ്പാക്കാനായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഗൂഢഭാഷ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാൻ പറ്റും. ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാരായുള്ള ആളുകളെ കബളിപ്പിക്കാനായിട്ടൊരു ഗൂഢഭാഷ ഉപയോഗിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഒരു ചരിത്രപരമായ പ്രത്യേകതയാണ്. കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യയുടെ ഏകദേശം ഒരു 29 സംസ്ഥാനത്തിൽ 25 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യാൻ ബാക്കിയുണ്ടായിട്ടുണ്ട്. ഞാൻ എഴുതിയ ഒരു പുസ്തകം മാത്രമേ ഇപ്പോൾ ഇതിലുള്ളൂ. ശരി, അവരുടേതായ ഗൂഢതയിൽ കണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നു, പരസ്പരം ആശയവിനിമയം നടത്താണ്ട് ഉപയോഗിക്കുക. വേറൊക്കെ മനസ്സിലാവും, അവർക്ക് മാത്രമേ മനസ്സിലാവൂ. മുഹമ്മദ് എന്നുള്ള കുന്തക്കൾ നായി മാറും, അഹമ്മദ് എന്നുള്ള സന്തക്കൾ നായി മാറും, 100 എന്നുള്ളത് പൂണ് നായി മാറും, 1000 എന്നുള്ള സാങ്ങിജൻ നായി മാറും. സ്ഥലപ്പേരുകൾ മാറ്റി പറയുന്നതോടുകൂടി ഇത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത വേറെ എന്തോ ഒരു സംഭവമായിട്ട് തോന്നും. ഒരിക്കലും മനസ്സിലാവില്ല. 99 PhD തുടങ്ങുകയും 2010 ഈ വിഷയത്തിൽ PhD അവാർഡ് ചെയ്യുകയും ചെയ്തു. എന്നെ പഠിപ്പിച്ച നേരത്തെ പറഞ്ഞ 3 പേരും എന്ത് ചെയ്തു, മരിച്ചുപോയി. അറിയാവുന്ന 3 പേരും മരിച്ചുപോയി എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. കിപ്പാക്കിപ്പുയ്യേ കിപ്പും കിപ്പുയ്യേ സെയ്യോവ റെയ്യോവ റീളി ഉമ്മം